ഷെയർ സ്ക്രീൻ കാണാവോ അലിഫ? ഇല്ല മിസ്. ഇപ്പോഴോ? യെസ് മിസ്. നമ്മള് കേസ് സ്ട്രക്ചർ പറഞ്ഞ് നോക്കിയായിരുന്നോ? വൈൽ ലൂപ്പും. ഓക്കെ. നമുക്ക് ഇവിടെ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇനി ഫ്ലോ ചാർട്ട് അല്ലേ? യെസ് മിസ്. Okay. Then, what is flowchart? A flowchart is a diagrammatic representation of an algorithm that depicts how control flow in it. Okay, flowchart is a diagrammatic representation of an algorithm. ഒരു അൽഗോരിതത്തിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അതില് നമുക്കറിയാം നോർമലി ഒരു ഫ്ലോ ചാർട്ട് എടുക്കുമ്പോൾ ആ ഓവറോൾ ഫ്ലോ ഓഫ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് ആ ഫ്ലോ ചാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഫ്ലോ ചാർട്ടിലൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഫ്ലോ ചാർട്ടിനെ ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് ആ ഓവറോൾ പ്രോസസ്സിനെ നമുക്ക് ആ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫ്ലോനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫ്ലോ ചാർട്ട് ആർ കമ്പോസ്ഡ് ഓഫ് വേരിയസ് ബ്ലോക്ക്. ഫ്ലോ ചാർട്ട് എപ്പോഴും കമ്പോസ് ചെയ്തിരിക്കുന്ന വേരിയസ് ബ്ലോക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ് ബൈ ഫ്ലോ ലൈൻ. ഇതിനെ നമ്മൾ ഫ്ലോ ലൈൻസ് എന്ന് വിളിക്കും. അതായത് ഈ ഫ്ലോ ലൈൻസ് എന്ന് പറയുന്ന ഓരോ വേരിയസ് ബ്ലോക്കുകളെയും നമ്മൾ ഇന്റർ കണക്ട് ചെയ്ത് വിളിക്കുന്ന സാധനത്തിനെയാണ് ഫ്ലോ ലൈൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഓരോ ബ്ലോക്കും ഫ്ലോ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്ന സം സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗ് ആയിരിക്കും. അൽഗോരിതത്തിലെ സം സ്റ്റേജസ് ഓഫ് പ്രോസസ്സിങ്ങിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്ലോക്കും അല്ലെങ്കിൽ ഓരോ ഫ്ലോ ചാർട്ടിന്റെ ഓരോ ബ്ലോക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ഓരോ സ്റ്റേജ് ഓഫ് പ്രോസസ്സിങ്ങിനെയാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലോക്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ നോർമലി നമുക്ക് അറിയാം റെപ്രസെന്റ് പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട് ഓഫ് ദ അൽഗോരിതം അല്ലെ. അപ്പൊ നോർമൽ കേസിൽ ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ അൽഗോരിതത്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ആ അൽഗോരിതമിക് മെത്തേഡിനെയാണ് ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഫ്ലോ ചാർട്ട് സിമ്പിൾസുകളാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഫ്ലാറ്റൻഡ് എലിപ്സുകളാണ്. ഇതിന്റെ ശരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് എൻഡ്, ഇത് രണ്ടും കാണിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഫ്ലാറ്റൻഡ് എലിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റെക്ടാംഗിൾ ആണ് നെക്സ്റ്റ്. റെക്ടാംഗിൾ യൂസ്ഡ് ടു ഷോ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ. റെക്ടാംഗിൾ എപ്പോഴും കാണിക്കുന്നത് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ആയിരിക്കും. Then parallelogram. Parallelogram denote ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെയാണ്. പാരലോഗ്രാം ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെയാണ്. ഇനി ഡയമണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? ഡിസിഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു സപ്പോസ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചില ഡിസിഷൻസ്, ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഡയമണ്ടിലായിരിക്കും. അത് രണ്ട് എക്സിസ്റ്റൻസ് അതിനകത്ത് ഉണ്ടാവും. ഒന്ന് അത് ട്രൂ എന്ന് പറയുന്ന ഒരു ഇതിൽ വർക്ക് ചെയ്യും, രണ്ട് അത് ഫോൾസ് എന്ന് പറയുന്ന ഒരു രീതിയിലും വർക്ക് ചെയ്യും. അതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷന്റെ ട്രൂ കണ്ടീഷൻ ആയാലും ഫോൾസ് കണ്ടീഷൻ ആയാലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ യൂസിങ് ആരോ വെച്ചിട്ടായിരിക്കും. ഇനി അടുത്തത് റെക്ടാംഗിൾ വിത്ത് വെർട്ടിക്കൽ ലൈൻസുകൾ വരുന്ന, രണ്ട് സൈഡ്സിലും വെർട്ടിക്കൽ ലൈൻസുകൾ വരുന്ന കേസാണ്. അപ്പോൾ ഇത് ഒരു മൊഡ്യൂൾ എന്ന് നമ്മൾ പറയും. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഒരു പെർട്ടിക്കുലർ അച്ചീവ് ടാസ്കിനെ നമ്മൾ ഒരു എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേസാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾസിൽ എപ്പോഴും ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. ആ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ ഫംഗ്ഷൻസ്, അതിന്റെ നെയിമിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നാണ് പ്രോഗ്രാമിംഗ് ഇതിൽ നമ്മൾ പറയാം. ഇനി ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ഡിനോട്ട് ചെയ്യുന്നത് നമ്മളൊരു ഫോർ ലൂപ്പിന്റെ കേസസിലാണ് സാധാരണ ഹെക്സഗൺ കൊടുക്കുക. ഫോർ ലൂപ്പിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അസൈനിങ് ഉണ്ട്, അല്ലെ ചെക്കിംഗ് ഉണ്ട്, ഇൻക്രിമെന്റേഷൻ ഡിക്രിമെന്റേഷൻ, ഇത് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹെക്സഗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ റെപ്രസെന്റേഷൻ ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ ലൂപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഫോർ കൗണ്ട് ഈക്വൽ ടു എ ടു ബി, അങ്ങനെയാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഫോർ കൗണ്ട് ഈക്വൽ ടു എ ടു ബി, എസ് എന്ന് പറഞ്ഞാൽ എന്താ യൂസ് ചെയ്യുന്നത്? എ തൊട്ട് കൗണ്ട് ചെയ്യേണ്ട വാല്യൂ, എവിടം തൊട്ട് എവിടം വരെ എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ. അത് എത്ര വരെ പോകണം, അല്ലെങ്കിൽ അതിന് ലിമിറ്റ് എന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ അത് കൗണ്ട് ചെയ്യാൻ എടുക്കുന്ന എത്ര ടൈംസ് അത് കൗണ്ട് ചെയ്യണം എന്നുള്ളത്, എത്ര ഇടവിട്ട് കൗണ്ട് ചെയ്യണം, ബൈ 2 ആണെങ്കിൽ ബൈ 2, ബൈ 3 ആണെങ്കിൽ 3, അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കേസാണ് എസ് വാല്യൂ എന്നും പറയുന്നത്. ഇനി ഫ്ലോ ലൈൻസ് എന്ന് പറയും. ഫ്ലോ ലൈൻസുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരോസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഫ്ലോ ലൈൻസ് എന്ന് പറയുന്ന ഡേറ്റ ഫ്ലോനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലോ ആരോ എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലോ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ബ്ലോക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോ ലൈൻ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി അടുത്തത് വൺ പേജ് കണക്ടർ എന്ന് പറയും. ആ വൺ പേജ് കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലോങ് ഫ്ലോ ചാർട്ട് പ്രോഗ്രാംസിനെ നമ്മൾ ഡ്രോൺ ചെയ്യുവാണെങ്കിൽ അതിന്റെ കോളം ഓഫ് പേജസിനെ അല്ലെങ്കിൽ അതർ പാർട്ട് ഓഫ് കോളത്തിനെ നമ്മൾ സെയിം പേജിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ അല്ലെ വൺ പേജ് കണക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓഫ് പേജ് കണക്ടർ എന്ന് പറയും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോ ചാർട്ടിൽ വെരി ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പാൻസ് മൾട്ടിപ്പിൾ പേജസിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ഓഫ് പേജ് കണക്ടർ എന്ന് പറയാം. ഓൺ പേജ് കണക്ടറും ഓഫ് പേജ് കണക്ടറും നമ്മൾ സാധാരണ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ഒരു ഫ്ലോ ചാർട്ടിന്റെ പാർട്ടായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ടു ഫൈൻഡ് ദ സിംപ്ലസ്റ്റ് ഇൻട്രസ്റ്റ് റൈറ്റ് ദ അൽഗോരിതം ആൻഡ് then to find the simple interest write the algorithm and draw the flow chart. Okay, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതില് നമ്മൾ സ്റ്റാർട്ട്, പിന്നെ നമുക്ക് അറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് SIയുടെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നാ? സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലെ. റൈറ്റ് ദ അൽഗോരിതം ആൻഡ് ഡ്രോ ദ ഫ്ലോ ചാർട്ട്, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പും കൊടുക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് വേണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം, ഇയേഴ്സ് വേണം. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ റീഡിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ്, ഇയേഴ്സ് ഇത്രയും നമ്മൾ കൊടുക്കാം. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു ഇയേഴ്സ് ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ആ ഫോർമുല എക്സ്പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ SIയിലേക്ക് ഇത് വാല്യൂ സ്റ്റോർ ആവും. ദെൻ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുക. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഒരു ഫ്ലോ ചാർട്ടിൽ എക്സ്പ്രസ് ചെയ്യുക? ആദ്യം നമ്മൾ പഠിച്ചു. ഇപ്പം സ്റ്റാർട്ടും ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. അപ്പൊ സ്റ്റാർട്ടിനെയും ഇതിനെയും കാണിക്കാൻ വേണ്ടിയുള്ള സിമ്പലുകൾ നമ്മൾ ഫസ്റ്റ് വരയ്ക്കാം, ഡ്രോ ചെയ്യുക. സ്റ്റോപ്പ് അതുപോലെ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ റീഡ് ചെയ്യും. ഏതൊക്കെ എമൗണ്ട്, ഏതൊക്കെ വാല്യൂസിനെ, വേരിയബിൾസിനെ റീഡ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ, റേറ്റ്, ഇയേഴ്സ്, ഇത് മൂന്നും റീഡ് ചെയ്യുക. അപ്പൊ റീഡ്, പ്രിൻസിപ്പൽ, റേറ്റ്, ഇയേഴ്സ്. ദെൻ ആരോ കൊടുക്കും. നെക്സ്റ്റ് സ്ക്വയർ ഇത് കൊടുക്കും, റെക്ടാങ്കിൾ കൊടുക്കും. ദെൻ SI ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ഇയേഴ്സ് ഡിവൈഡ് ബൈ 100 കൊടുക്കും. ദെൻ നമ്മൾ പ്രിന്റ് SI കൊടുക്കും, സ്റ്റോപ്പ് കൊടുക്കും. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സിമ്പിൾസുകൾ മാത്രം നമ്മൾ ഇത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അൽഗോരിതം എഴുതുക. അൽഗോരിതത്തിനെ ബേസ് ചെയ്ത് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഡിസ്പ്ലേ ദ ലാർജ് നമ്പർ ഓഫ് 2 നമ്പേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അതായത് നമ്പേഴ്സ്, ലാർജ് നമ്പറിനെ, 2 നമ്പേഴ്സ് ഉണ്ട്, അതിൽ ലാർജസ്റ്റ് നമ്പറിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. 2 നമ്പേഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് റീഡ് 2 നമ്പേഴ്സ്, ഏതെങ്കിലും 2 വേരിയബിളിനെ കൊടുക്കാം. എക്സും വൈയോ എയും ബിയോ ഇഷ്ടമുള്ള നമ്പേഴ്സിനെ നമുക്ക് റീഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലാർജർ നമ്പറിനെ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം റീഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് A, B എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ എയും ബി ഇവിടെ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈഫിനകത്ത് A ഗ്രേറ്റർ ദാൻ B ആണെന്ന് ചെക്ക് ചെയ്യുക. A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ ലാർജ് ഈക്വൽ ടു A ആയിരിക്കും, അല്ലെങ്കിലോ ലാർജ് ഈക്വൽ ടു B എന്ന് കൊടുക്കാം. നമുക്ക് എപ്പോഴും ഈഫ്, എൽസ് ഇത് രണ്ടും കണ്ടീഷൻസുകളാണ്. അതുകൊണ്ട് തന്നെ 1 ഇൻഡന്റഡ് സ്പേസിൽ മാത്രമേ പൈത്തണില് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ ഈഫിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് A ഗ്രേറ്റർ ദാൻ B ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. A ഗ്രേറ്റർ B ആണോ ചെക്ക് ചെയ്തു. അപ്പൊ ലാർജ് ഈക്വൽ ടു നമ്മൾ കണ്ടോ ഒരു സ്പേസ് ഉണ്ട്. ഈഫ് കഴിഞ്ഞിട്ട് 1 ഇൻഡന്റേഷൻ സ്പേസ് കഴിഞ്ഞിട്ടാണ് ലാർജ് ഈക്വൽ ടു A എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈഫ് A ഗ്രേറ്റർ ദാൻ B ആണെന്ന് നോക്കി. അപ്പൊ ലാർജിലേക്ക് നമ്മൾ A നെ സ്റ്റോർ ചെയ്തു. അപ്പൊ അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എൽസ് കൊടുത്തു. അതിൽ ലാർജ് ഈക്വൽ ടു B എന്ന് കൊടുത്തു അല്ലെ. എന്ന് വെച്ചാൽ ബിയുടെ വാല്യൂ ലാർജിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈഫ്, എൽസ് കഴിഞ്ഞിട്ട് വേണം അതിന് തൊട്ട് ഈഫിന്റെ എൽസിന്റെ അതേ ഇൻഡന്റേഷനിൽ വേണം ND4 കൊടുക്കാൻ. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് മാത്രമേ നമ്മൾ 1 ഇൻഡന്റേഷൻ സ്പേസിൽ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാം സെയിം ലൈനിലായിരിക്കണം കൊടുക്കേണ്ടത്.
പിന്നെ പ്രിന്റ് കൊടുത്തിട്ട് നമ്മൾ ലാർജ് കൊടുത്തു, സ്റ്റോപ്പ് കൊടുത്തു. ഇത്രയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ നമ്മൾ സാധാരണ ഫ്ലോ ചാർട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണോ നമ്മൾ എഴുതിയേക്കുന്ന സ്റ്റെപ്പ് അതേ രീതിയിൽ തന്നെ നമ്മൾ ഫ്ലോ ചാർട്ടും കൊടുത്താൽ മതി. ഇപ്പൊ സ്റ്റാർട്ടിന്റെ ഡ്രോ ചെയ്തു, പിന്നെ റീഡ് ചെയ്യാനുള്ള 2 വാല്യൂസ് റീഡ് ചെയ്തു. അതിനുശേഷം കണ്ടീഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷൻ കൊടുക്കുമ്പോൾ 2 വാല്യൂ എടുക്കും. ഒന്ന് ബൂലിയൻ വാല്യൂ ട്രൂവും ഒന്ന് ഫോൾസും. അപ്പൊ ട്രൂ ആണെങ്കിൽ അവിടെ ലാർജ് ആരായിരിക്കും, എ ആയിരിക്കും. ഫോൾസ് ആണെങ്കിൽ ലാർജ് ആരായിരിക്കും, ബി ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ ലാർജ് ബി ആവാം, അല്ലെങ്കിൽ ലാർജ് എ ആവാം. അപ്പൊ ഇതിൽ ഒരു കണ്ടീഷനെ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പ്രിന്റിൽ ലാർജ് എന്ന് കൊടുത്തു, സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫ്ലോ ചാർട്ടിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇനി ടു ഡിറ്റർമൈൻ ദ സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 3 നമ്പേഴ്സിനെ നിന്ന് സ്മോളസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് സ്റ്റാർട്ട് കൊടുത്തു. റീഡിനകത്ത് 3 നമ്പേഴ്സ് എ ബി സി എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തു. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തു, ഇഫ് എ ലെസ് ദാൻ ബി ആണോ എന്ന് നോക്കി. അപ്പൊ ഇതിനകത്ത് എ ലെസ് ദാൻ ബി ആണ്, ബിയേക്കാൾ ലെസ് ആണ് എങ്കിൽ സ്മോൾ എ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ സ്മോൾ ഈക്വൽ ടു എന്തായിരിക്കും, ബി ആയിരിക്കും. സ്മോൾ ഈക്വൽ ടു എന്തായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, ദെൻ സ്മോൾ ഈക്വൽ ടു ബി. അത് കഴിഞ്ഞത് അതിന്റെ ND4 കൊടുത്തു. എന്നിട്ട് ഈഫിനകത്ത് നമ്മൾ വീണ്ടും സീനെ ചെക്ക് ചെയ്യാണ്. സി ലെസ് ആൻഡ് സ്മോൾ ആണെന്ന് നോക്കി. അപ്പൊ ഇതില് സ്മോളിനേക്കാളും ചെറുതാണ് സി എങ്കിൽ സ്മോൾ സി എന്ന് കൊടുത്തു. വീണ്ടും ND4 കൊടുത്തു, പ്രിന്റ് കൊടുത്തിട്ട് സ്മോൾ കൊടുത്തു. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഒരു കേസ്, ഇതിൽ നമ്മൾ ഓരോ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് സെപ്പറേറ്റ് കണ്ടീഷൻസ് ആയിട്ട് തന്നെ അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 2 കണ്ടീഷൻസ് ആയിട്ടാണ് 3 നമ്പേഴ്സിന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന രീതിയിലും കൊടുക്കാം. ഇപ്പൊ ഇതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഫ്ലോ ചാർട്ട് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക, പിന്നെ റീഡ് കൊടുക്കുക. റീഡിനകത്ത് 3 നമ്പേഴ്സ് ആണ്. അപ്പൊ 3 നമ്പേഴ്സും അവിടെ ഇൻപുട്ട് ആവും. അതിൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് എ ലെസ് ദാൻ ബി, ആദ്യത്തെ ഫസ്റ്റ് നമ്പേഴ്സും 2 നമ്പേഴ്സ് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് ട്രൂ ആവാം അല്ലെ ഫാൾസ് ആവാം. ട്രൂ ആകുവാണെങ്കിൽ അത് സ്മോൾ ഈക്വൽ ടു എ എന്ന് അസൈൻ ചെയ്തു. ഫാൾസ് ആകുവാണെങ്കിൽ സ്മോൾ ഈക്വൽ ടു ബി എന്ന് അസൈൻ ചെയ്തു. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സി ലെസ് ദാൻ സ്മോൾ ആക്കി. സി ലെസ് ദാൻ സ്മോൾ ആണെന്ന് നോക്കും. സെക്കൻഡ് കണ്ടീഷനിൽ അവിടെ ട്രൂ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഫോൾസ് കണ്ടീഷൻ ഡയറക്റ്റ് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ ട്രൂ ആണെങ്കിൽ സ്മോൾ ഈക്വൽ ടു സി എന്ന് അസൈൻ ചെയ്യുക. ഫോൾസ് ആണെങ്കിൽ എന്താണ്, പ്രിന്റ് സ്മോൾ കൊടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക. ഇതാണ് അതിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ അലിഫ? Yes, miss. ഓക്കെ, ഓക്കെ അല്ലേ അത്? Yes, miss. Okay. Next one, to determine the entry ticket fare in a zoo based on age as follows. Okay. ഇതില് ഏജ് ഫെയർ ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതില് നമ്മളോട് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ലെസ് ദാൻ 10 ആണെങ്കിൽ എന്താണ് 7, അടുത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് എന്ന് നോക്കും, ആൻഡ് ലെസ് ദാൻ 60 ആണെന്ന് നോക്കും. ദെൻ അതിനുശേഷം നമ്മൾ നോക്കുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ് നോക്കും. ഇത്രയാണ് കണ്ടീഷൻസ് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് കണ്ടീഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താ ടിക്കറ്റ് ഫെയറിന്റെ എങ്ങനെ നമുക്ക് എഴുതാം. ഇപ്പൊ ഫെയർ 7 ലെസ് ദാൻ 10 ആണെങ്കിൽ 7, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ 60 ആണോ, അതാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന 10 എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെങ്കിൽ 60 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് ഫെയർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ടിക്കറ്റ് ഫെയർ എങ്ങനെ നമുക്ക് ഇതിനകത്ത് എഴുതാം? ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഫെയർ ചെക്ക് ചെയ്യുന്നത്? ഏജിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ സ്റ്റാർട്ട് റീഡ് ഏജ് കൊടുത്തു. എന്താണ് സ്റ്റാർട്ട് റീഡ് ഏജ് കൊടുത്തു. ഈ ഏജ് ലെസ് ദാൻ 10 ആണെങ്കിൽ ഫെയർ ഈക്വൽ ടു 7 ആയിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏജ് ലെസ് ദാൻ 10 ആണെങ്കിൽ ഫെയർ ഈക്വൽ ടു 7 ആയിരിക്കും. എൽസിഎഫില് ഏജ് ലെസ് ദാൻ 60 ആണെങ്കിൽ ഫെയർ ഈക്വൽ ടു 10 ആയിരിക്കും. അത് നമ്മൾ കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്, 60ക്കും 10നും, അതായത് 10നേക്കാൾ ഗ്രേറ്ററും 60യേക്കാൾ ലെസ്സും ആണെങ്കിൽ അവിടെ 10 ആയിരിക്കും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ എൽസിഎഫിനകത്ത് നമ്മൾ എങ്ങനെ കൊടുക്കണം? ഏജ് ലെസ് ദാൻ 60 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കൊടുത്തു ഏജ് ലെസ് ദാൻ 10 ആണോ, അങ്ങനെയാണെങ്കിൽ ഫെയർ 7. പിന്നെയോ 10നേക്കാൾ ഗ്രേറ്ററും ലെസ് ദാൻ 60 ആണെങ്കിൽ അവിടെ ഫെയർ 10. ഇങ്ങനെയാണ് അവിടെ അതേ രീതിയിൽ തന്നെയാണ്. ഏജ് ലെസ് ദാൻ 60 മാത്രം കൊടുത്താൽ മതി, മറ്റേത് കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഗ്രേറ്റർ ആണ് അതുകൊണ്ട്.
ഇനി എൽസ് പാർട്ടിൽ ഫെയർ ഈക്വൽ ടു 5 എന്ന് അസൈൻ ചെയ്തു. അല്ലെങ്കിൽ അതായത് ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്കറിയാലോ 60യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് 5 എന്ന് അതിനെ കൊടുത്തു. എൻഡിഎഫിനകത്ത് നമ്മൾ പ്രിന്റ് ഫെയർ കൊടുത്തു, സ്റ്റോപ്പ് കൊടുത്തു. പ്രിന്റ് ഫെയർ കൊടുത്തു, സ്റ്റോപ്പ്. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ നമുക്ക് കൊടുക്കാം? ഇതില് സ്റ്റാർട്ട്, റീഡ് കൊടുത്തു. അത് നമ്മൾ എല്ലാത്തിലും കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റാർട്ടും റീഡും കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ രണ്ടാമത് കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷനിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഏജ് ലെസ് ദാൻ 10 ആണെന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് വർക്ക് ചെയ്യും. ബുലിയൻ ട്രൂ അല്ലെ ഫോൾസ്. ട്രൂ ആണെങ്കിൽ അടുത്തതിലേക്ക് നമുക്കറിയാലോ ഫെയർ അവിടെ എന്താ സെറ്റ് ആവുന്നത്. ട്രൂ ആണെങ്കിൽ ഇപ്പൊ ഏജ് ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്തു. അത് ട്രൂ ആണെങ്കിൽ ഉറപ്പാണ് ഫെയർ ഈക്വൽ ടു 7 അവിടെ അസൈൻ ചെയ്യപ്പെടും. അത് നേരെ പ്രിന്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഫെയർ ഈക്വൽ ടു 7 ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ ഫെയർ ഈക്വൽ ടു 7 അസൈൻ ചെയ്യപ്പെടും. അതിന്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കും. അടുത്തത് ഏജ് ലെസ് ദാൻ 10 ആണെന്ന് നോക്കി. ഫോൾസ് ആണെങ്കിൽ ഏജ് ലെസ് ദാൻ 16 കൊടുത്തു. ദെൻ ഫോൾസിൽ ട്രൂ ആണ് നോക്കി. ഫോൾസ് ഫെയർ ഈക്വൽ ടു 5, ട്രൂ ഫെയർ ഈക്വൽ ടു 10 കൊടുത്തു. കണ്ടല്ലോ. അപ്പൊ ഫെയർ ഈക്വൽ ടു 5 ആണെങ്കിൽ അത് ട്രൂ ആയി. മറ്റേതില് ഫെയർ ട്രൂ ഈക്വൽ ടു, അതായത് ഫെയർ ഈക്വൽ ടു 10 പറയുന്നത് അവിടെ കറക്റ്റ് വർക്ക് ചെയ്യും. ദെൻ പ്രിന്റ് ഫെയർ ആവും. ക്ലിയർ ആണല്ലോ. എല്ലാത്തിന്റെയും ട്രൂ കണ്ടീഷൻസ്, അതായത് ഫസ്റ്റ് രണ്ടെണ്ണത്തിന്റെയും ട്രൂ കണ്ടീഷനും ലാസ്റ്റ് 5 ആവുന്ന കേസിൽ അതിന്റെ ഫോൾസ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കുന്നത് എപ്പോഴും ഏജ് എന്താണെന്ന് ലെസ് ദാൻ 10 ആണോ എന്നായിരിക്കും നോക്കുക. സെക്കൻഡ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ മാത്രമേ എൽസിയിലേക്ക് പോരത്തുള്ളൂ. അതും അല്ലെങ്കിൽ മാത്രമേ എൽസ് കണ്ടീഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഇത് മൂന്ന് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രിന്റ് ഫെയർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് മെയിൻലി നോക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ടു പ്രിന്റ് ദ കളർ ബേസ്ഡ് ഓൺ എ കോഡ് വാല്യൂ ആൻഡ് ഫോളോ. അതില് നമ്മൾ കളർ ഗ്രേഡും മെസ്സേജും തന്നിട്ടുണ്ട്. ഗ്രേഡ് ഫസ്റ്റ് തന്നിരിക്കുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 6 G B ആണ്. ഇതിലെ മെസ്സേജ് റെഡ് തന്നിട്ടുണ്ട്, ഗ്രീൻ, ബ്ലൂ, എനി അതർ വാല്യൂ എന്ന് പറഞ്ഞ റോങ് കോഡും ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം അലിഫ? കോഡ് എന്ന് പറയാം. എങ്ങനെയായിരിക്കും ഇതിന്റെ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുക? പറയാമോ? കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാ നമ്മൾ എങ്ങനെ ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കും? ആ ഫ്ലോ ചാർട്ട് അങ്ങനെ വരയ്ക്കുന്ന പറഞ്ഞാൽ മതിയോ? സ്റ്റാർട്ട്, റീഡ് അതൊക്കെ. സ്റ്റെപ്പ് പറയും. ഫസ്റ്റ് ഇതിന്റെ കണ്ടീഷൻ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഇപ്പൊ ഗ്രേഡ് ജി, ഇപ്പൊ ഞാൻ ഇഷ്ടമുള്ള ഒരു ഗ്രേഡ് കൊടുത്തു, എനി അതർ വാല്യൂ കൊടുത്തു. എന്തായിരിക്കും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ, റോങ് കോഡ്. എനി അതർ വാല്യൂ ആണെങ്കിലോ? റോങ് കോഡ്. റോങ് കോഡ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് അൽഗോരിതം? സ്റ്റാർട്ട്, റീഡ് എന്ന് പറഞ്ഞിട്ട് റീഡ് മെസ്സേജ് എന്ന് കൊടുക്കാം. കേസ് ഓഫ് മെസ്സേജ്, കേസില് ഇനി ഏതൊക്കെയാണോ അത് 6 എങ്കിൽ പ്രിന്റ് റെഡ്, പിന്നെ കേസ് ജി, കേസ് ബി, അങ്ങനെ ഓരോന്ന് പ്രിന്റ് ഗ്രീൻ, ബ്ലൂ ഒക്കെ. എന്നിട്ട് അവസാനം മറ്റേ എനി അതർ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് കൊടുത്തിട്ട് പ്രിന്റ് റോങ് കോഡ് കൊടുത്തിട്ട് ഓക്കെ. ഇപ്പൊ സിമ്പിൾ വേയിൽ നമുക്ക് ഇപ്പം ഇതിന്റെ നോർമൽ കേസിലുള്ള എന്താണ് അതിന്റെ പ്രോഗ്രാമിംഗ് കോഡ് എങ്ങനെ എഴുതുന്നോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫ്ലോ ചാർട്ടും കൊടുക്കുക. ഇവിടെ നമുക്ക് രണ്ട് കേസ് ഉപയോഗിക്കാം. കാരണം ഈ ഒരു ഇതില് നമുക്ക് കേസ് ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് നമ്മൾ നേരെ എന്താണ് ഈ കേസ് ഉപയോഗിക്കായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ കേസ് ഉപയോഗിച്ചങ്ങ് പറഞ്ഞേക്കുക. അപ്പൊ ഫസ്റ്റ് റീഡ് ചെയ്യുന്നു, കോഡിനെ റീഡ് ചെയ്യും. അപ്പൊ എപ്പോഴും കേസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കോഡിനെ അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന ഒരു വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ റീഡ് കോഡ് കൊടുത്തു, കേസ് ഓഫ് കോഡ് എടുത്തു, കേസ് 6 കൊടുത്തു. ഫസ്റ്റ് വൺ കേസ് 6 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? നമുക്ക് റെഡ് എന്ന് പ്രിന്റ് ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. ഓക്കെ. സെക്കൻഡ് കേസിൽ കേസ് ഡി ആണ് നോക്കി, പ്രിന്റ് ഗ്രീൻ കൊടുത്തു, ബ്രേക്ക് കൊടുത്തു. കേസ് ബി എടുത്തു, ദെൻ പ്രിന്റ് ബ്ലൂ ആണ്. ബി ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ബി ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ബ്ലൂ എന്ന് തന്നെ ബ്രേക്ക് കൊടുക്കണം. ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ റോങ് കോഡിനെ സെറ്റ് ചെയ്തു, പ്രിന്റ് കൊടുക്കും. അപ്പൊ ഞാൻ ബിയും ജിയും ബിയും 6 അല്ലെങ്കിൽ വേറെ ഏത് ഓപ്ഷൻ കൊടുത്താലും നമുക്ക് വരുന്നത് എന്തായിരിക്കണം? റോങ് കോഡ് ആയിരിക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നെ എന്റെ കേസ് കൊടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ സ്റ്റാർട്ട്, റീഡ്, കേസ് ഓഫ് കോഡ് ഇത്രയും ഉണ്ട്.
അപ്പം ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിന്റ് റെഡ് ഇത് കണ്ടോ. ഇതിൽ നമ്മൾ കേസ് ഓഫ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് പറഞ്ഞാൽ കേസ് ഓഫ് കോഡ് കൊടുത്തിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എല്ലാം ഒറ്റയടിക്കാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ലൂപ്പ് പോലെ ഫോർ ലൂപ്പ് പോലെ വൈൽ ലൂപ്പ് പോലെ ഒന്നും അല്ല. കേസിൽ ഒരു കണ്ടീഷൻ ഒരു സമയത്തെ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കേസ് ഓഫിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അറ്റ് എ ടൈമിലായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് R കൊടുക്കാം, G കൊടുക്കാം. മറ്റേതുപോലെ നമ്മൾ ഓരോന്നും കണ്ടീഷന് വേണ്ടി സ്പെസിഫിക് ട്രൂ ഫോൾസ് കണ്ടീഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ R, G, B ആണെന്ന് നോക്കി ഡീഫോൾട്ട് ഒരു കണ്ടീഷനും കൊടുക്കും. ഇത് നമുക്ക് നിരക്കി തന്നെ ഇങ്ങനെ കൊടുക്കാം. ഇതിൽ ഓരോ കണ്ടീഷൻസിനെയും എന്താണ് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ്, ആ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഓരോന്നിന്റെയും താഴെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ കൊടുക്കുക. ദെൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും നമുക്ക് ആൻസർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടു പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 50 ഇൻ ഡിസെൻഡിങ് ഓർഡർ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 1 to 50 പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്കറിയാം, നമ്മൾ ആദ്യം ഒരു വേരിയബിളിനകത്തേക്ക് 50 എന്ന് പറയുന്ന നമ്പർ 1 to 50 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലിമിറ്റ് നമ്മൾ കൊടുത്തു. ഡൗൺ ടു എന്ന് കൊടുത്തിട്ട് 1 കൊടുത്തു. ദെൻ പ്രിന്റിൽ കൗണ്ട് കൊടുത്തു. ദെൻ എൻഡ് 4 കൊടുത്ത് സ്റ്റോപ്പ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ഈ ഒരു ലെവലിൽ മാത്രമേ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ കൗണ്ട് നമ്മൾ എന്താണോ എടുക്കുന്നത് കൗണ്ട് കൊടുത്തു. അതിൽ സ്റ്റാർട്ടിങ് വാല്യൂ എവിടെ വരെ പോകണം അതിന്റെ ലിമിറ്റ് ഡൗൺ വരെ, അതായത് ഫസ്റ്റ് അപ് ടു എത്ര വരെ ഉള്ളതാണെന്ന് സ്റ്റാർട്ടും അപ് ടു നമ്മളിത് കൊടുക്കണം. 50 ആണ് സ്റ്റാർട്ടെങ്കിൽ അതിന്റെ 1 വരെയുള്ള കണ്ടീഷൻസ് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഫോൾസ് കണ്ടീഷൻ എപ്പോഴാണ് ഫോൾസ് കണ്ടീഷൻ വരുന്നത് അതും കൂടെ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യുക. ദെൻ പ്രിന്റ് കൊടുത്ത് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫാക്ടോറിയൽ ഓൾറെഡി നമ്മൾ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആദ്യം നമ്മൾ ഫാക്ട് 1 എന്ന് ഡിഫൈൻ ചെയ്യണം. ആ വേരിയബിളിൽ നമ്മൾ കൊടുക്കുന്ന n തൊട്ട് 1 വരെ ആയിരിക്കും നമ്മൾ മൾട്ടിപ്പിൾസുകളെ എടുക്കുക. അതുകൊണ്ട് സ്റ്റാർട്ടിങ് n-ഉം എൻഡിങ് 1-ഉം കൊടുത്തു. ഇതിലും -1 ഫോൾസ് കണ്ടീഷൻ കൊടുത്തു. ഫാക്ടോറിയൽ കാണാൻ ഫാക്ട് ഇൻറ്റു i അല്ലെങ്കിൽ ഫാക്ട് ഇൻറ്റു വേരിയബിൾ എന്ന് കൊടുക്കാം. അപ്പൊ അത് കൊടുത്തു. ദെൻ വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂനെ പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് VAR പ്രിന്റ് ചെയ്ത് വെച്ചു. പിന്നെ എക്സാക്ട് അതിന്റെ ഫാക്ടോറിയൽ കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാക്റ്റിലാണ്. അപ്പൊ പ്രിന്റ് ഫാക്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ലാർജസ്റ്റ് നമ്പേഴ്സ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതില് നമ്മൾ എത്ര നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു എന്നില്ല, ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് നമുക്ക് n നമ്പേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അതിൽ തന്നെ ഡിറ്റർമൈൻ ദ ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് ആണ്. n നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പേഴ്സിനെ നമ്മൾ എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, റീഡ് കൊടുത്തു. റീഡ് നമ്മൾ n നമ്പേഴ്സിനെയാണ് കൊടുക്കുന്നത്. n, നം എന്ന് കൊടുത്തു. ലാർജ് ഈക്വൽ ടു നം എന്ന് കൊടുത്തു. ഫോർ കൗണ്ട് 1 to n-1 കൊടുത്തു. അതായത് കൗണ്ടിന്റെ വാല്യൂ എത്ര തൊട്ട് എത്ര വരെ പോകണം അതാണ് 1 to n-1 എന്ന് ഉദ്ദേശിക്കുന്നത്. റീഡ് നം കൊടുത്തു. ഇഫിനകത്ത് നം ഗ്രേറ്റർ ദാൻ ലാർജ് ആണെന്ന് നോക്കി ലാർജ് ഈക്വൽ ടു നം എന്ന് അസൈൻ ചെയ്തു. ND4 കൊടുത്തു. എന്നിട്ട് ND4 കൊടുത്ത് പ്രിന്റ് ലാർജ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ഇതിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതില് ഈ നമ്മള് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് സ്റ്റാർട്ടും റീഡില് നമ്മൾ എത്ര നമ്പേഴ്സിനെ ഏത് നമ്പേഴ്സിനെയാണ് നമ്മൾ അല്ലെ എത്ര നമ്പേഴ്സ് ആണ് ലിമിറ്റ് ചെയ്യുന്നത് അതാണ് നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന നമ്പറിനെയാണ്. ലാർജിലേക്ക് ആ നം ആണ് പോകുന്നത്. ലാർജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. ടെമ്പററി ആയിട്ട് ഈ നമ്മിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ്. ഇനി കൗണ്ട് n-1 വരെ 1 to n-1 വരെയാണ് പോവുക. 1 ആയിരിക്കും അതിന്റെ പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയാം. ദെൻ റീഡ് കൊടുത്ത് നം കൊടുത്തു. നം ഗ്രേറ്റർ ദാൻ ലാർജ് ആണെന്ന് കൊടുത്തു. നമ്മിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ലാർജ് ആണെന്ന് കൊടുത്തു. കണ്ടീഷൻ ആണിത്. ലാർജ് ആണെങ്കിൽ ലാർജ് നം ആയിരിക്കും. അപ്പൊ ലാർജിലേക്ക് നം പോകും. അപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ലാർജിലേക്ക് നം അവിടെ പോകും അല്ലെ റീഡ് ചെയ്യും. അപ്പൊ നം ലാർജിലേക്ക് സ്റ്റോർ ആവും. അല്ലെങ്കിൽ ഫോൾസ് കണ്ടീഷനിൽ ആണെങ്കിലും അത് നെക്സ്റ്റ് എക്സിറ്റ് ചെയ്ത് അവിടെ പോലും കൗണ്ട് പ്രിന്റ് ആവും. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ പ്രിന്റ് ലാർജ് കൊടുക്കും, സ്റ്റോപ്പ് കൊടുക്കും. ഇത്രയാണ് അതിന്റെ ആ പ്രോഗ്രാമിന്റെ ഓവറോൾ എന്ന് പറയുന്നത്. ഓക്കെ, അലീഫ ഹലോ. ഹലോ മിസ്. എടാ ഇവിടെ ഭയങ്കര ഇടിയാണ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണേ. ഓക്കെ മിസ്.